കേരളം ഇന്ത്യയിലെ തന്നെ മുൻനിരയിലുള്ള ഒരു സംസ്ഥാനമായി മാറിയത് എന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ എന്നും കാണുന്ന, ചിലപ്പോൾ അത്ര ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളിലാണ്. നമ്മുടെ റോഡുകൾ, തുറമുഖങ്ങൾ, എന്തിന് നമ്മുടെ ഫോണിലേക്ക് ഇൻ്റർനെറ്റ് എത്തിക്കുന്ന ആ കേബിളുകളിൽ വരെ അതിൻ്റെ രഹസ്യമുണ്ട്. അപ്പോൾ ഒരു ആധുനിക സംസ്ഥാനത്തിൻ്റെ അടിത്തറയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഒരു ആധുനിക സമൂഹത്തിൻ്റെ അടിത്തറ എന്താണ്? നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരുപക്ഷേ വലിയ കെട്ടിടങ്ങളോ ഫാക്ടറികളോ അല്ലെങ്കിൽ നല്ല റോഡുകളോ ഒക്കെ ആവാം. അതൊക്കെ ശരിയാണ്. പക്ഷെ ഉത്തരം അതിലും കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിലൊന്നായി കേരളം അറിയപ്പെടുന്നതിനു പിന്നിലെ പ്രധാന കാരണം ഇതാണ്: നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ. ഇവിടെ പറയുന്നത് പോലെ തന്നെ സാമൂഹികവും സാമ്പത്തികവും വ്യാവസായികവുമായ എല്ലാ വികസനവും പടുത്തുയർത്തുന്നത് ഈയൊരു അടിത്തറയിന്മേലാണ്. ഇതൊരു വെറും വാക്കല്ല, ഇതാണ് യാഥാർത്ഥ്യം. അപ്പോ നമുക്ക് ഈ അടിത്തറയുടെ ഓരോ പാളികളായിട്ട് ഒന്ന് വിശദമായി പരിശോധിച്ചാലോ? എന്താണ് കേരളത്തെ യഥാർത്ഥത്തിൽ മുന്നോട്ട് നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാലോചിച്ച് നോക്കൂ. വൈദ്യുതി, ഗതാഗതം, വാർത്താവിനിമയം, ഇവയൊക്കെ ഒരു നാടിന്റെ ജീവനാഡികൾ പോലെയാണല്ലേ? നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത, എന്നാൽ ഇവയൊന്നുമില്ലാതെ നമ്മുടെ ഒരു ദിവസം പോലും മുന്നോട്ടു പോകാത്ത അങ്ങനെയൊരു അദൃശ്യമായ ചട്ടക്കൂടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. ശരി, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പാർപ്പിടം. ഓരോ മനുഷ്യന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണല്ലോ സ്വന്തമായൊരു വീട്. ഈയൊരു ആശയം തന്നെയാണ് ഏതൊരു വികസനത്തിന്റെയും ഹൃദയം എന്ന് പറയുന്നത്. കാരണം വളരെ ലളിതമാണ്. സുരക്ഷിതമായ ഒരു വീട്ടിൽ നിന്നാണ് ഒരു വ്യക്തിയുടെയും അതുവഴി ഒരു സമൂഹത്തിന്റെയും വളർച്ച തുടങ്ങുന്നത്. ഈ കണക്ക് കണ്ടോ? ഇത് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. കേരളത്തിലെ നഗരപ്രദേശങ്ങൾ താമസിക്കുന്ന 10ൽ 9 പേർക്കും ഉറപ്പുള്ള നല്ല വീടുകളുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ഈ നേട്ടം വെറുതെ അങ്ങ് സംഭവിച്ചതല്ല കേട്ടോ. ലൈഫ് മിഷൻ, PMA പോലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരുപാട് പദ്ധതികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വീടെന്ന ലക്ഷ്യത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പുകളാണ് ഇതെല്ലാം. ഇനി നമുക്ക് അടുത്ത ഘടകത്തിലേക്ക് കിടക്കാം: ഗതാഗതം. ഒരു മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥ പോലെയാണ് ഒരു നാടിന് ഗതാഗത സംവിധാനങ്ങൾ. ആളുകളെയും സാധനങ്ങളെയും ആശയങ്ങളെയും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നത് ഈ ശൃംഖലയാണ്. അപ്പോൾ കേരളത്തെ ഇങ്ങനെ കൂട്ടിയിണക്കുന്ന ഈ ശൃംഖല എത്രത്തോളം വലുതാണെന്നറിയണ്ടേ? നമുക്ക് റോഡുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളത്തിലെ റോഡുകളെല്ലാം ചേർത്ത് ഒരൊറ്റ നീളത്തിൽ വെച്ചാൽ അതിൻ്റെ ദൂരം ഏകദേശം 3.31 ലക്ഷം കിലോമീറ്റർ വരും. ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ നീളത്തിലല്ല കാര്യം, സാന്ദ്രതയിലാണ് യഥാർത്ഥ അത്ഭുതം. കേരളത്തിലെ റോഡ് സാന്ദ്രത ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ്. ലളിതമായി പറഞ്ഞാൽ കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും റോഡ് കണക്ടിവിറ്റി ഉണ്ട് എന്നർത്ഥം. ഇനി കരയിൽ നിന്ന് നമുക്ക് ആകാശത്തേക്ക് നോക്കാം. അവിടെയും കേരളം ഒട്ടും പിന്നിലല്ല. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്തുള്ളത്. ഇത് ഇന്ത്യയിൽ തന്നെ ഒരു റെക്കോർഡാണ്. ഇനി കടലിലേക്ക് നോക്കിയാലോ? അവിടെയുമുണ്ട് ഈ കരുത്ത്. കൊച്ചിയിലെ പ്രധാന തുറമുഖത്തിനു പുറമെ 17 ചെറിയ തുറമുഖങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ കര, കടൽ, വ്യോമമാർഗങ്ങളിൽ എത്രമാത്രം ശക്തമായാണ് കേരളം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. കേരളത്തിന്റെ ഗതാഗത രംഗത്തെ ഈ ചിത്രം നോക്കൂ. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു വശത്ത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഉൾനാടൻ ജലപാതകൾ, മറുവശത്ത് ആധുനികതയുടെ പ്രതീകമായ നഗരങ്ങളെ കൂട്ടിയിണയ്ക്കുന്ന കൊച്ചി മെട്രോ. പാരമ്പര്യവും പുരോഗതിയും ഇവിടെ ഒരുമിച്ച് കൈകോർത്തു പോകുന്നു. ഈ കണക്കുകൾ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാകും അല്ലേ? റോഡുകളും റെയിലും ജലപാതകളും ചേർന്ന ഈ വലിയ ശൃംഖലയാണ് കേരളത്തെ എപ്പോഴും ചലനാത്മകമാക്കി നിർത്തുന്നത്. ശരി, ഇനി നമുക്ക് അവസാനത്തെയും ഒരുപക്ഷേ ഏറ്റവും ആധുനികവുമായ തലത്തിലേക്ക് കടക്കാം. ആശയവിനിമയത്തിനും ഭരണനിർവഹണത്തിനും കരുത്തുപകരുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇന്നത്തെ കാലത്തെ നാഡീവ്യൂഹം എന്ന് തന്നെ ഇതിനെ പറയാം. ആശയവിനിമയ രംഗത്ത് കേരളം നടത്തിയ ഈ കുതിച്ചുചാട്ടം ഒന്ന് നോക്കൂ. 1857 ആലപ്പുഴയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വന്നതിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ സർക്കാർ സേവനങ്ങൾ എത്തുന്ന ഈ ഗവേണൻസ് വരെ എത്തി നിൽക്കുന്നു ഈ യാത്ര. എന്തൊരു മാറ്റമാണല്ലേ? എന്താണ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി ക്യൂ നിൽക്കാതെ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ സേവനങ്ങൾ ലഭ്യമാക്കുന്ന രീതി. ഇത് കാര്യങ്ങൾ ഒരുപാട് വേഗത്തിലാക്കുകയും സുതാര്യമാക്കുകയും ചെയ്യുന്നു. ഇത് പ്രധാനമായും 3 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്.
ഒന്ന് G2C, അതായത് ഗവൺമെന്റ് പൗരന്മാർക്ക് നേരിട്ട് സേവനങ്ങൾ നൽകുന്നു. 2 G2B, ഇതുവഴി ബിസിനസ്സുകൾക്ക് സർക്കാരുമായി എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താം. മൂന്നാമത്തേത് G2E, ഇത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഓൺലൈൻ സേവനങ്ങളാണ്. അപ്പോൾ നമ്മൾ കണ്ടു, വീടുകൾ മുതൽ ഹൈവേകൾ വരെ, ഫൈബർ കേബിളുകൾ മുതൽ തുറമുഖങ്ങൾ വരെ കേരളം അതിശക്തമായൊരു അടിത്തറ കെട്ടിപ്പടുത്തിയിട്ടുണ്ട്. ഇത് തീർച്ചയായും വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷേ യഥാർത്ഥ ചോദ്യം ഇനിയാണ് വരുന്നത്. ഇത്രയും ഉറപ്പുള്ള ഈ അടിത്തറയ്ക്ക് മുകളിൽ നമ്മൾ ഒരുമിച്ച് എന്താണ് ഇനി പടുത്തുയർത്താൻ പോകുന്നത്? ആ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ വിവരണം അവസാനിപ്പിക്കാം.